ഹായ് നത്തിങ് ഫോൺ 2 ഇതല്ല ഇത് നത്തിങ് ഫോൺ 1 ഇതിന്റെ അപ്ഡേറ്റ് അടുത്ത ജനറേഷനായ നത്തിങ് ഫോൺ 2 വരാൻ പോവാണ് കിടുക്കൻ അപ്ഗ്രേഡുമായിട്ടാണ് ഇത് വരുന്നതെന്നാണ് അറിയുന്നത് സോ എന്തൊക്കെയാണ് അപ്ഗ്രേഡ് എന്തൊക്കെ ചേഞ്ചുകളാണ് ഇവർ പറയുന്നത് ബിഗ്ഗസ്റ്റ് ചേഞ്ചുകൾ എന്തൊക്കെയാണെന്നുള്ളതാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് സോ നത്തിങ് ഫോൺ 2 വീഡിയോ ആണ് നത്തിങ് ഫോൺ 1 ഇപ്പോൾ എങ്ങനെയുണ്ട് എന്നുള്ളൊരു ചോദ്യം മനസ്സിൽ ബാക്കിയുണ്ടെങ്കിൽ അതിന്റെ ഡീറ്റെയിൽഡ് വീഡിയോ ഞാൻ വരുന്ന സമയങ്ങളിൽ ചെയ്യാം ഇയർ 1ഉം നത്തിങ് ഫോൺ 1 രണ്ടും നമ്മൾ ഉപയോഗിക്കുന്നുണ്ട് ഇടയ്ക്കിടയ്ക്ക് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് കണ്ടിന്യൂസ് ആയിട്ട് ഉപയോഗിക്കുന്ന പ്രൈമറി ഡിവൈസ് ഒന്നും ഞാൻ പറയില്ല കാരണം നമ്മൾ പല ഡിവൈസുകൾ മാറി മാറി ഉപയോഗിക്കുന്നതാണ് പക്ഷേ ഇതിപ്പോഴും കൺസിഡറേഷനിലുണ്ട് ഈ അടുത്ത സമയങ്ങളിൽ കുറച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കുന്നുണ്ട് കാരണം പുതിയ നത്തിങ് OS 1.5 വന്നു ആൻഡ്രോയിഡ് 13 വന്നു സോ ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മൾ പരിശോധിക്കുന്നുണ്ട് ഇപ്പോൾ ഇതിന്റെ വില 29 സംതിങ് ആണ് ഓഫറിൽ 27-28 റേഞ്ചിൽ തന്നെ കിട്ടുകയും ചെയ്യും അത് മാത്രമല്ല അതിന്റെ അപ്പുറത്തേക്ക് ചില സമയങ്ങളിൽ 25,000 രൂപയ്ക്ക് വരെ ഈ ഫോൺ കിട്ടിയിട്ടുണ്ട് ആ ഒരു പ്രൈസിനൊക്കെ ഇത് പക്ക വാല്യൂ ഫോർ മണിയാണ് നല്ല ട്രാൻസ്പെറൻറ്റ് യൂണിക് ഡിസൈൻ ഉണ്ട് മെറ്റൽ ഫ്രെയിം ഉണ്ട് വയർലെസ് ചാർജിംഗ് ഉണ്ട് റിവേഴ്സ് വയർലെസ് ചാർജിംഗ് ഉണ്ട് പിന്നെ ഗുഡ് ക്വാളിറ്റി ക്യാമറയുണ്ട് ഓവറോൾ ഒരു ഗ്രേറ്റ് സെറ്റപ്പ് ബ്ലോട്ട് വയേഴ്സ് ഇല്ല ക്ലീൻ UI ഇങ്ങനെ എല്ലാം ഉണ്ട് ഈ ഫോണിനകത്ത് അതുകൊണ്ട് തന്നെ ഇപ്പോഴും ഈ ഒരു ഫോൺ പരിഗണിക്കാവുന്ന നല്ലൊരു ഓൾറൗണ്ടർ വാല്യൂ ഫോർ മണി ഫോൺ തന്നെയാണ് സോ നിങ്ങൾക്ക് ഇത് വാങ്ങിക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇപ്പോഴും പരിഗണിക്കാം ഇതിന്റെ പർച്ചേസ് ചെയ്യാനുള്ള ലിങ്ക് ഞാൻ യൂട്യൂബിന്റെ പ്രൊഡക്റ്റ് സെക്ഷനിൽ കൊടുക്കാം ചെക്ക് ചെയ്ത് നോക്കാം പക്ഷേ 25,000 രൂപയ്ക്ക് ഏതാണ് ബെസ്റ്റ് ഗെയിമിംഗ് ഫോൺ അല്ലെങ്കിൽ ഏതാണ് ഓൾറൗണ്ടർ ഫോൺ അതല്ലെങ്കിൽ ഓരോ ബ്രാൻഡിന്റെയും ഏത് ഫോണാണ് അവിടെ ബെസ്റ്റ് ആയിട്ട് നിൽക്കുന്നത് ഈ വക കാര്യങ്ങളെല്ലാം ഉൾപ്പെടുന്ന ബെസ്റ്റ് ഫോൺ 25,000 ഓൾറെഡി ചെയ്തിട്ടുണ്ട് ലിങ്ക് അയക്കുന്നുണ്ട് അത് ചെക്ക് ചെയ്ത് നോക്കുക ബട്ട് ഈ ഫോൺ എന്തായാലും ആ ഒരു വിലച്ച് കിട്ടിയത് കൊണ്ട് അത് ഒരു ഗ്രേറ്റ് സെറ്റപ്പ് ആയിരുന്നു അതുകൊണ്ട് തന്നെ നത്തിങ് ഫോൺ 2 വരുമ്പോൾ നമുക്ക് അതേപോലത്തെ ഒരു വലിയ എക്സ്പെക്ടേഷൻ ഉണ്ട് അതിൽ ഇവർ പ്രധാനമായിട്ട് കൊണ്ടുവരുന്ന മാറ്റം സ്നാപ്ഡ്രാഗൺ 8 സീരീസ് പ്രോസസ്സറാണ് ഇത് 7 സീരീസ് പ്രോസസ്സറുമായിട്ടാണ് വന്നിരിക്കുന്നത് ഇതിൽ നിന്നും ഭയങ്കരമായ ഒരു അപ്ഗ്രേഡാണ് 8 സീരീസിലേക്ക് മാറുമ്പോൾ സത്യത്തിൽ അവരുടെ ഒരു മെയിൽ വന്ന് അതിലേക്ക് കാൾപേ ഒരു ടീഷർട്ടും പിടിച്ച് നിൽക്കുന്ന കണ്ടപ്പോൾ എനിക്ക് ആദ്യം ഒരു കൺഫ്യൂഷനായി ഇതെന്താണ് ഈ ടീഷർട്ടും കൈ പിടിച്ച് നിൽക്കുന്നത് എന്നുള്ളത് ശ്രദ്ധിച്ചപ്പോഴാണ് മനസ്സിലാവുന്നത് 800 സീരീസ് ആ ഒരു സീരീസ് അടുത്ത ജനറേഷൻ സീരീസ് ഉപയോഗിച്ചുകൊണ്ടാണ് നത്തിങ് ഫോൺ 2 വരാൻ പോകുന്നത് എന്നുള്ളതിൻ്റെ ഹിൻ്റായിരുന്നു അത് സോ അപ്പോൾ നമുക്കൊരു കാര്യം ഉറപ്പിക്കാം ഗ്രേറ്റ് ലെവലുള്ളൊരു പെർഫോമൻസ് ഇമ്പ്രൂവ്മെൻറ്റ് ഈ ഫോണിൽ വരുന്നുണ്ട് LPDDR5ഉം UFS 4.0 ഉണ്ടാവും എന്നുള്ള വാർത്തകൾ വരുന്നു കൂട്ടത്തിൽ ആൻഡ്രോയിഡ് 13 കൺഫേം ഓൾറെഡി നത്തിങ് OS 1.5 ഇതിൽ തന്നെ കിട്ടിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ അതിലെന്തായാലും ലേറ്റസ്റ്റ് ആയിരിക്കും സോ അപ്പം അങ്ങനെ ടോട്ടലി ബ്ലോട്ട് വൈസ് ഒന്നും ഇല്ലാത്ത ഒരു കിടുക്കൻ പെർഫോമൻസ് നമുക്ക് അവിടെ എക്സ്പെക്ട് ചെയ്യാം ഒരു കാര്യം ഓർത്ത് നോക്കണം OnePlus വന്ന കാലത്ത് ഒരു ഗംഭീര ഫ്ലാഗ്ഷിപ്പ് കില്ലർ ഫോണുകളായിരുന്നു ഇന്ന് കാലത്ത് ഈ ഫോൺ കൊണ്ടുവന്നിട്ട് ഇതിൻ്റെ സെക്കൻഡ് ജനറേഷൻ ഇറക്കുമ്പോൾ ആ ഒരു റേഞ്ചിലേക്കല്ലേ പോകുന്നത് ഈ ഒരു സീരീസ് പ്രോസസ്സർ വെച്ചുകൊണ്ട് ഒരു 40,000 രൂപ റേഞ്ചിൽ ഈ ഒരു ഫോൺ വരികയും അതിൽ ഈ വയർലെസ് ചാർജിങ് റിവേഴ്സ് വയർലെസ് ചാർജിങ് എല്ലാം ഉണ്ടാവുകയും ചെയ്തു കഴിഞ്ഞാൽ റിയൽ ട്രൂ ഫ്ലാഗ്ഷിപ്പ് കില്ലർ എന്ന രീതിയിൽ പരിഗണിക്കേണ്ടി വരും ആ ഫോണിനെ അല്ലേ നിങ്ങൾ അങ്ങനെ എക്സ്പെക്ട് ചെയ്യുന്നുണ്ടോ നിങ്ങളുടെ ചിന്താഗതി എന്താണെന്നുള്ളത് തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക ഇനി അടുത്ത ചേഞ്ച് എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ക്യാമറ ഡുവൽ ക്യാമറയാണ് ഒരു കുഴപ്പവും പറയാനില്ല പക്ക സെറ്റാണ് ഞാൻ ഇപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിൽ കുറേ ഫോട്ടോസ് എടുത്തു നിങ്ങൾക്ക് കുറച്ച് ഫോട്ടോസൊക്കെ ഇവിടെ കാണാം ഡീറ്റെയിൽഡ് വീഡിയോ ഞാൻ ഇതിൻ്റെ ചെയ്യാം അത്രയും നാളിന് ശേഷമുള്ളത് അതിൽ ഞാൻ കൂടുതൽ ക്യാമറ സാമ്പിൾസ് ഷെയർ ചെയ്യാം എന്നാൽ ഇപ്പോഴേക്ക് കാണുന്ന ഒരു അവസ്ഥയിൽ നിന്ന് തന്നെ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു മെയിൻ ക്യാമറ തന്നെ 50 മെഗാ പിക്സൽ സോണി സെൻസർ രണ്ടാമത് 50 മെഗാ പിക്സൽ വൈഡ് ആംഗിൾ ക്യാമറ അത് സാംസങ് സെൻസർ ഫ്രണ്ടിൽ സോണി സെൻസറുള്ള സെൽഫി ക്യാമറ എല്ലാം നല്ല പെർഫോമൻസ് ആണ് സോ ഇവർ ക്യാമറ ഈ പ്രൈസിന് തന്നെ നല്ല രീതിക്ക് കൊടുത്തിരിക്കുന്നു സോ അടുത്ത ജനറേഷൻ ഇതിനേക്കാൾ കൂടിയ പവറുള്ള പ്രോസസ്സർ കൂടിയ റേഞ്ചിൽ വരുമ്പോൾ തീർച്ചയായിട്ടും ഗംഭീര ക്വാളിറ്റി ആയിരിക്കും എന്ന് വിചാരിക്കാം ട്രിപ്പിൾ ക്യാമറയാക്കി മാറ്റുന്നുള്ളത് ഒറ്റ നോട്ടത്തിൽ കാണുന്ന ഒരു ചേഞ്ചുമാണ് സോ ഈ ഒരു ചേഞ്ചാണ് അടുത്ത ജനറേഷനിൽ ക്യാമറയുടെ ഭാഗത്ത് അല്ലെങ്കിൽ ഡിസൈൻ്റെ ഭാഗത്തും ഒരു പ്രധാന മാറ്റമായിട്ട് കാണുന്നത് പിന്നെ ഈ ട്രിപ്പിൾ ക്യാമറ എന്ന് പറയുമ്പോൾ സ്ഥിരം ബ്രാൻഡുകളുടെ ഒരു പരിപാടിയുണ്ട് ഈ 2 മെഗാ പിക്സലിൻ്റെ മാക്രോ വയ്ക്കുന്ന പരിപാടി അത് നത്തിങ് ചെയ്യില്ല എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു നിങ്ങളുടെ പ്രതീക്ഷ എന്താണ് തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യണേ ഡിസൈൻ്റെ ഭാഗത്ത് എന്തൊക്കെയാണ് മാറ്റങ്ങളെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പ്രത്യേകിച്ചൊന്നും അങ്ങനെ പറയുന്നത് കേട്ടില്ല മെയിനായിട്ടും ഈ മെറ്റൽ ഫ്രെയിമും ട്രാൻസ്പെറൻറ്റ് ഡിസൈനും ഗ്ലിഫ് ലൈറ്റിങ്ങും എല്ലാം ഈ പറയുന്ന നത്തിങ് ഫോൺ 2 ഉൾപ്പെടും അത് അവരുടെ ഒരു യൂണിക്കാക്കി അവരുടെ ഫോണിനെ യൂണിക്കാക്കി നിർത്തുന്നത് കൊണ്ട് അതെല്ലാം അതിലും ഉണ്ടാവും എന്നുള്ള വാർത്തയാണ് വന്നിരിക്കുന്നത് ഡിസ്പ്ലേ ഡോൾബി വിഷനും കാര്യങ്ങളൊക്കെയുള്ള 120 ഹെർട്സിൻ്റെ ഡിസ്പ്ലേ തന്നെ അതും ഒരു ടോപ്പ് ലെവൽ ക്വാളിറ്റിയിൽ തന്നെ തരുമെന്നാണ് പറയപ്പെടുന്നത് ഇതാണ് ഡിസൈൻ്റെയും ഡിസ്പ്ലേയുടെയും ഭാഗത്തുള്ള ഇൻഫർമേഷൻസ് ഇതിൽ കൂടുതൽ വിവരങ്ങളൊന്നും വന്നിട്ടില്ല ആക്ച്വലി A065 എന്ന മോഡൽ നമ്പറിലാണ് ഈ ഒരു ഫോണിനെ കുറിച്ചുള്ള വിവരങ്ങൾ നത്തിങ് ഫോൺ 2 കുറിച്ചുള്ള വിവരങ്ങൾ ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത് ഇത് വന്നിട്ട് A063 ആയിരുന്നു മോഡൽ നമ്പർ വരുന്നത് A065 ആണ് സോ തീർച്ചയായിട്ടും ഈ ഡിസൈൻ ഡിസ്പ്ലേ ഭാഗങ്ങളിൽ ഈ പറഞ്ഞ രീതിയിലുള്ള മാറ്റങ്ങളാണ് കാണുന്നത് ബട്ട് തീർച്ചയായിട്ടും പെർഫോമൻസും ക്യാമറയൊക്കെ അപ്ഗ്രേഡ് ആകുമ്പോൾ ഓട്ടോമാറ്റിക്കലി ആ ഫോണിന് ഒരു പുതുമ നമുക്ക് തോന്നും ഡിസൈനിൽ എന്തായാലും മാറ്റങ്ങൾ കാണും ബട്ട് ബേസിക് ആയിട്ടുള്ള സ്ട്രക്ചർ ഇങ്ങനെ തന്നെയായിരിക്കും എന്നാണ് അറിയുന്നത് ബാറ്ററി ആൻഡ് ചാർജിങ്ങിൻ്റെ ഭാഗത്ത് എന്താണ് മാറ്റം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പ്രത്യേകിച്ച് മാറ്റമൊന്നുമില്ല വയർലെസ് ചാർജിങ് ഉണ്ടായിരിക്കും റിവേഴ്സ് വയർലെസ് ചാർജിങ് ഉണ്ടായിരിക്കും 33 വാട്ടിൻ്റെ ചാർജിങ് ഉണ്ടായിരിക്കുമെന്ന് ആരും പറഞ്ഞിട്ടില്ല അതുകൊണ്ട് തീർച്ചയായിട്ടും ഒരു അപ്ഗ്രേഡ് ഉണ്ടാവുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു 5000 mAh ബാറ്ററിക്കൊപ്പം
കൂടിയ ഫാസ്റ്റ് ചാർജിങ് വരണമെന്നാണ് എൻ്റെ ആഗ്രഹം. അതിനെക്കുറിച്ച് വേറെ ഇൻഫർമേഷൻ ഒന്നുമില്ല. കാരണം ഈ 4500 mAh ബാറ്ററിയും 33 വാട്ട് ചാർജുമാണ് ഇതിൽ. അത് ഇച്ചിരി കുറവാണ്. ബാറ്ററി ലൈഫിലും കുറവാണ്, ചാർജിങ് സ്പീഡിലും കുറവാണ്. രണ്ടും ഒന്ന് അപ്ഗ്രേഡ് ചെയ്ത് വന്നു കഴിഞ്ഞാൽ ഒന്നുകൂടി നന്നായി എന്നുള്ളൊരു അഭിപ്രായമാണ് ഞാൻ ഈ പറഞ്ഞു വരുന്നത്. പിന്നെ പതിവായിട്ടുള്ള ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിന്റ് സെൻസർ, ഡുവൽ സ്റ്റീരിയോ സ്പീക്കർ അങ്ങനെയുള്ള സംവിധാനങ്ങളൊക്കെ പുതിയ ഫോണിലും ഉണ്ടായിരിക്കും. സോ അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് പ്രധാനമായിട്ടും നത്തിങ് ഫോൺ 2 കുറിച്ച് നമുക്ക് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. ഇത് കൂടാതെയുള്ള വിവരങ്ങളൊക്കെ ഒരു വെറും റൂമേഴ്സ് മാത്രമാണ്. എന്തായാലും അത് കുറച്ചും കൂടി സ്ട്രോങ് ആയിട്ട് ട്രസ്റ്റഡ് ആയ സോഴ്സുകളിൽ നിന്ന് വരുമ്പോൾ തീർച്ചയായിട്ടും ഷെയർ ചെയ്യാം. കൂടുതലായിട്ടും കാൽപേ ഇതിനെക്കുറിച്ച് വിശദമായിട്ടുള്ള കാര്യങ്ങൾ ട്വീറ്റ് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. വിശദമായിട്ടെന്ന് വെച്ചാൽ സൂചനകൾ തന്നു തുടങ്ങിയിട്ടുണ്ട്. അതിൻ്റെ അർത്ഥം അടുത്ത് തന്നെ ലോഞ്ച് നടക്കാൻ സാധ്യതയുണ്ട് എന്നാണ് ക്ലിയർ ആയിട്ട് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. മൂന്നാമത്തെ ക്വാർട്ടറിൽ, ഈ വർഷത്തിൻ്റെ മൂന്നാമത്തെ ക്വാർട്ടറിലായിരിക്കും ഈ ഒരു ഫോൺ ലോഞ്ച് ചെയ്യപ്പെടുക എന്നുള്ളതാണ്. അപ്പോൾ വില എത്രയാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 40,000 രൂപ റേഞ്ചിലാണ് എക്സ്പെക്ട് ചെയ്യപ്പെടുന്നത്. 32-33 രൂപ റേഞ്ചിലാണ് ഈ ഒരു ഫോണിൻ്റെ ഓഫർ പ്രൈസ് ഒക്കെ ആയിട്ട് വന്നുകൊണ്ടിരുന്നത്. സോ ഈ ഒരു പുതിയ ഫോൺ വരുമ്പോൾ 40,000 രൂപ റേഞ്ചാണ് എക്സ്പെക്ട് ചെയ്യുന്നത്. സോ അതുകൊണ്ട് തന്നെ നമുക്ക് വലിയൊരു ഹൈക്ക് എന്ന് പറയാനില്ല. ഒരു 40 രൂപ 35 രൂപയ്ക്ക് വന്നൊരു ഫോൺ, അല്ലെങ്കിൽ ഒരു 30-35 ഇടയിൽ വന്ന ഫോൺ 40-45 ഇടയിലേക്ക് പോകുന്നു. ചെറിയൊരു വ്യത്യാസം ഉണ്ട്. എങ്കിൽ പോലും അതിനുള്ളൊരു വാല്യൂ അതിനകത്ത് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നന്നായിരിക്കും അല്ലേ? നിങ്ങളുടെ പ്രതീക്ഷകൾ തീർച്ചയായിട്ടും കമൻറ്റായിട്ട് ഷെയർ ചെയ്യാം. സോ അപ്പോൾ ഈ ഒരു വീഡിയോ നത്തിങ് ഫോൺ 2 എന്ന് വരാൻ പോകുന്ന ഫോണിൻ്റെ ഒരു ലീക്സ് ആൻഡ് റൂമർ റൗണ്ട് അപ്പ് വീഡിയോ ആയിരുന്നു. ഇനി എന്തെങ്കിലുമൊക്കെ അറിയുമ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ ട്വിറ്ററിലും മറ്റുമൊക്കെ ആയിട്ട് ഷെയർ ചെയ്യും. മറക്കാതെ അവിടെയൊക്കെ ഫോളോ ചെയ്തിട്ടേക്കുക. സോ നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഷെയർ ചെയ്യും. വീണ്ടും ഒരു വീഡിയോ ആയിട്ട് കണ്ടുമുട്ടാം. ബൈ.